തിരികെ അശ്വതിയിലേക്ക് പോവുകയാണ്. അശ്വതി, വേദികളിലൊക്കെ ഇന്നത്തെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഹരിത, ഇവിടെ കുട്ടികളെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒപ്പം തന്നെ ഈ ആശ്രമ മൈതാനി ഇത് എന്ന് പറയുന്നത് വലിയ മൈതാനമാണ്. ഇവിടെ രാവിലെ നടക്കാൻ ഇറങ്ങുന്ന ആളുകൾ, അത്തരത്തിലുള്ള കൊല്ലത്ത് നിന്നുള്ള നിരവധി ഈ സമീപ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കണ്ടതാണ്. അവരൊക്കെ പല ക്ലബ്ബുകളും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ആളുകളൊക്കെ ഇവിടെ പരിപാടി കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് അവസാന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ കലോത്സവം കാണാനായിട്ട് സാധിക്കാത്ത ആളുകളൊക്കെ ഇന്ന് എത്തുന്നത് ഇവിടെ ഇന്ന് അവസാന ദിവസം ഇവിടെ സജീവമാകും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു പോലീസ് പവലിയനിലാണ്. അതായത് നിരവധി കോർപ്പറേഷന്റെ ഭാഗമായിട്ട്, കുടുംബശ്രീയുടെ ഭാഗമായിട്ട്, പോലീസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എല്ലാവരും ഇവിടെ പല സ്റ്റാളുകളും മറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിന്റെ അങ്ങനെ ഇവിടെ വരുന്ന കുട്ടികൾക്കും മറ്റ് കാണികൾക്കും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് രാഷ്ട്രീയ സംഘടനകളായിക്കോട്ടെ, മറ്റാളുകൾ എല്ലാവരും തന്നെ ഇവിടെ സ്റ്റോളുകളും ഇവർക്ക് ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ട ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോളുകളും എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പോവുകയാണെന്ന് തോന്നുന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് എല്ലാവരും അതിന്റെ ലൈനപ്പും കാര്യങ്ങളൊക്കെയാണ് രാവിലത്തെ. ഇവിടെ നമുക്ക് ലഘു ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇന്നലെയും ഇവിടെയൊക്കെ വൻ തിരക്കായിരുന്നു. ഇന്നലെ മഴ പെയ്തിട്ട് കൂടി വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ലഘു ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നുള്ള പോലീസ് സേനയിലെ ആരെങ്കിലും നമുക്ക് അവരോടൊക്കെ ചോദിക്കണം എന്നുണ്ട്. പക്ഷെ അവരൊക്കെ രാവിലത്തെ ഒരു ലൈനപ്പ് ഉണ്ടല്ലോ, പോലീസിന്റെ രാവിലത്തെ ലൈനപ്പിന് വേണ്ടിയിട്ടുള്ള പരിപാടികളിലാണ്. സർ, ഒന്ന് സംസാരിക്കാൻ പറ്റും? ആരെങ്കിലും ഉണ്ടോ? സംസാരിക്കില്ല. അവിടെ ആരെങ്കിലും ഉണ്ടോ? അകത്ത് ആരുമില്ല. ഇല്ല. ആണോ? രാവിലത്തെ ലൈനപ്പ് അതാണോ? ഓക്കെ. 9 മണിയാകുമ്പോഴേക്കും സ്റ്റോൾ സജീവമാകുമെന്നാണ് പറയുന്നത്. ഞാൻ ഇവർക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. എന്തായാലും ഇവിടെ നിന്ന് പഴമൊക്കെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇന്നലെ ഇവിടെ കപ്പ പുഴുങ്ങിയതും അതുപോലെ തന്നെ കാന്താരി ചമ്മന്തിയൊക്കെയായിരുന്നു വൈകിട്ടുണ്ടായിരുന്നത്. വലിയ തിരക്കൊക്കെയായിരുന്നു വൈകുന്നേരം അതിന് വേണ്ടിയിട്ടൊക്കെ. എന്തായാലും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇന്നത്തെ പ്രധാന വേദി എന്ന് പറയുന്നത് ഈ വേദി 1-ൽ ഇന്ന് നടക്കാൻ പോകുന്നു. ONV സ്മൃതിയിൽ ഇന്ന് നടക്കാൻ പോകുന്നത് നാടോടി നൃത്ത മത്സരമാണ്. ഈ നാടോടി നൃത്ത മത്സരത്തിന് വേണ്ടിയിട്ടുള്ള കുട്ടികളൊക്കെ 9:30 മണിയാകുമ്പോഴേക്കും ഇവിടെ സജീവമാകും. ആ സമയത്തേക്കാണ് ഇവിടെയുള്ള ഈ വേദി, ഈ പവലിയനുകളെല്ലാം തന്നെ സജീവമാകുക. ഇവിടെ ഭക്ഷണവും വെള്ളവും, ഇവിടുത്തെ ചൂട് വളരെ അസഹനീയമായിട്ടുള്ള ചൂടാണ് ഉള്ളത്. ഇന്നലെ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോഴാണ് അതിന് ചെറിയൊരു ശമനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതിന് ഒക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ എല്ലാ ആളുകളും, ഈ പോലീസാണെങ്കിലും മറ്റ് എല്ലാ അസോസിയേഷനുകളും ഒക്കെ തന്നെയാണെങ്കിലും ഇവിടെ ഇത്തരത്തിലുള്ള പവലിയനുകളും മറ്റ് അതിലൂടെ ഭക്ഷണവും വെള്ളവും ഒക്കെ തന്നെ നൽകുന്നത്. മാത്രമല്ല ഇവിടെ ക്ലീനിങ് സ്റ്റാഫ്, അത് എടുത്തു പറയേണ്ടതാണ്. ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ക്ലീനിങ് പരിപാടികളെല്ലാം തന്നെ നടക്കുന്നത്. ഈ ഏക്കർ കണക്കിനുള്ള ഈ വലിയ മൈതാനം രാവിലെ തന്നെ ക്ലീൻ ചെയ്യുക എന്നത് സമഗ്രമായിട്ടുള്ളൊരു കാര്യമാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു പ്രദേശമാണ്. എന്തായാലും ഇവിടേക്ക് അതെല്ലാം തന്നെ കൃത്യമായി അവർ ചെയ്യുന്നു, അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതിൻ്റെ വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ നേരത്തെ തന്നെ രാവിലെ ഒരു 6 മണിയോടൊക്കെ കൂടി തന്നെ ഇവിടെ എത്തുന്നുണ്ട്. ചേട്ടാ, ഇവിടെയുള്ള ആളാണോ? എങ്ങനെയുണ്ട് കലോത്സവം? സൂപ്പറായിരുന്നു, നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. കണ്ടോ വേദികൾ? ഇത് കണ്ടില്ലെന്ന് വന്നതേ ഉള്ളൂ. ജോലിക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ ജോലിക്ക് പോയിട്ടേ വന്നതേ ഉള്ളൂ. എന്താ ചേട്ടൻ എന്താ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു? ഞാൻ ഒരു റിസോർട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോ രാവിലെ സൈക്കിളൊക്കെ പരിപാടി കാണാൻ വന്നതാ. ഇവിടെ രാവിലെ നാടോടി നൃത്ത മത്സരമാണ്. ചേട്ടൻ സ്കൂളിൽ പഠിക്കുമ്പോ പരിപാടിക്കൊക്കെ പങ്കെടുത്തു? ഇല്ല, പങ്കെടുത്തിട്ടില്ല. ഇല്ല. പാട്ടൊക്കെ പാടും? പാട്ട് പാടത്തില്ല. ഇല്ല, അറിയത്തില്ല. ഇല്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ വൈഫുണ്ട്, മക്കളൊക്കെ ഉണ്ട്. എല്ലാം വലിയ പിള്ളേരല്ല, കൊച്ചു പിള്ളേരാരും ഇല്ല. എല്ലാം മോടെ കണക്കുള്ള മക്കൾ തന്നെ. അതെ. എന്നെ പോലെയുള്ള വലിയ കുട്ടികളാണെന്നാണ് പറയണത്. അതെ. അവസാന ദിവസം പരിപാടിയൊക്കെ. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേട്ടന്റെ പേരെന്ന് പറഞ്ഞാൽ? മുരുകൻ.
മുരുകൻ ചേട്ടനാണ് നമുക്കൊപ്പം ചേർന്നത്. അതായത് അവസാന ദിവസം ഇതിങ്ങനെ കൈവിട്ട് കളയാൻ പറ്റില്ല. അവസാന ദിവസമാണ്. ഈ അവസാന ദിവസം ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ഓടി വരികയാണ് എല്ലാവരും. കഴിഞ്ഞ ദിവസവും നല്ല തിരക്കായിരുന്നു, ഞായറാഴ്ച വലിയ തിരക്കായിരുന്നു. പക്ഷേ ഈ അവസാന ദിവസം ഇങ്ങനെ ഓടിയെത്തുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട്, നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. എന്തായാലും നിരവധി പേർ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥികളും അവരുടെ ഒരുക്കങ്ങളിലാണ്, അതായത് അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. ഇന്ന് അരങ്ങേറുന്ന മത്സരങ്ങളുടെ ഒരുക്കങ്ങളിലാണ്. എന്തായാലും ഈ കാഴ്ചകൾ, പുതിയ കുട്ടികളും അവരുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹരിത,